വിവരമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, അത് നാളെ മുതൽ നിയമസഭാ സമ്മേളനത്തിൽ സജീവമാകാൻ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, എതിർ പാർട്ടിയിലെ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലെ ഒരു MLA സഭയിലേക്ക് വരണമേ എന്ന് ഭരണപക്ഷം ആഗ്രഹിക്കുന്ന ദിവസമായിരിക്കും നാളെ. അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുമോ രാഹുൽ? രാഹുലിന്റെ സാന്നിധ്യം ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പ്രതിപക്ഷം ഏതു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും എടുത്തു പ്രയോഗിക്കാൻ പറ്റുന്ന മറു ആയുധമാണ് രാഹുൽ വിഷയം. അതിനാൽ തന്നെ രാഹുൽ വരുന്നതിൽ ഭരണപക്ഷത്ത് ആഹ്ലാദമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതൊക്കെയാണ് എങ്കിൽ കൂടി സജീവമാകാനുള്ള ഒരു തീരുമാനം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇനിയും മാറി നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് രാഹുൽ ക്യാമ്പിന്റെ തീരുമാനം. അതിന് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പിന്തുണയില്ല എങ്കിൽ പോലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. ഇന്നിപ്പോൾ നേമം ഷജീറിന്റെ സാന്നിധ്യം എന്നൊക്കെ പറയുമ്പോൾ രാഹുലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തനായ ഒരു അനുയായി എന്നതിനൊക്കെ അപ്പുറത്തേക്ക്, സഹപ്രവർത്തകൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു A ഗ്രൂപ്പ് നേതാവാണ് നേമം ഷജീർ. അതോടൊപ്പം തന്നെ സുധീർ ഷാപ്പാലോട് അടക്കമുള്ള ഇതിന് മുൻ ഉൾപ്പെടെയുള്ള ആളുകളും ആ വാഹനത്തിലുണ്ട്. അവർക്കൊപ്പമാണ് രാഹുൽ എത്തിയത് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരു വിഭാഗം കൃത്യമായി തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്നു. അത് പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ വിഷയത്തെ പാർട്ടി എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. അതായത് മുന്നണിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിനാകെ ചെയ്യാൻ കഴിയുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക ബ്ലോക്കായി ഇരുത്താൻ തീരുമാനിക്കുക, അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുക. ആ രണ്ട് കാര്യവും പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നു. പക്ഷേ സഭയിൽ വരേണ്ടതില്ല എന്ന് പറയാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിനില്ല എന്നുള്ള ഒരു കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ എത്തുന്നത്. അതിന് KPCC അധ്യക്ഷന്റെ അടക്കം പിന്തുണയുണ്ടോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രണ്ട് അഭിപ്രായം പാർട്ടിയിൽ രാഹുലിന്റെ വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.